ബൈബിളിൽ ഇറാൻ അറിയപ്പെട്ടിരുന്നത് പേർഷ്യ എന്നാണ്. ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന ഏലാമ്യർ, മേദ്യർ ആരായിരുന്നു? അത് അവരുടെ ഉത്ഭവവും ആദ്യകാല ചരിത്രവും. ഏലാമിനെക്കുറിച്ചുള്ള ഏറ്റവും പഴയ പരാമർശം ബൈബിളിൽ വംശാവലി രേഖയിൽ കാണപ്പെടുന്നു. ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു പ്രധാന പ്രദേശവും ജനവിഭാഗവും ആണ് ഏലാം. ആധുനിക ഇറാൻ്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ടൈഗ്രിസ് നദിയുടെ കിഴക്കാണ്. ഏലാമിർ എന്ന് പറയുന്നത് പേർഷ്യൻ രാജ്യം. ഇന്നത്തെ ആധുനിക ഇറാൻ. ഉൽപ്പത്തി മുതൽ അന്ത്യകാല പ്രവചനങ്ങളിൽ ഇറാനെക്കുറിച്ച് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ജലപ്രളയത്തിന് ശേഷം മനുഷ്യജീവിതത്തിന് ഒരു പുതിയ തുടക്കം കുറിച്ചു. ഭൂമിയിൽ നോഹയും മക്കളും മാത്രം ഉണ്ടായിരുന്നു. ജലപ്രളയത്തിന് ശേഷം നോഹയുടെ മക്കളിൽ ഷേമിൻ്റെ മകൻ ആണ് ഏലാം. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 22-ാമത്തെ വചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ഷേമിൻ്റെ പുത്രന്മാർ ഏലാം, അശൂർ, അർപ്പക്ഷദ്, ലൂദ്, ആരം എന്നിവർ ആയിരുന്നു. ഇവരിൽ ഏലാമാണ് ഏലാമ്യർ എന്നും അറിയപ്പെട്ടിരുന്നത്. ഈ അടിത്തറയിൽ നിന്ന് ഏലാമും അവൻ്റെ പിൻഗാമികളും ഷേമിലൂടെയുള്ള നോഹയുടെ വംശപരമ്പരയിൽ നിന്നുമാണ് ഉയർന്നു വന്നത്. ഈ വംശാവലി രേഖ ഏലാമിന് സെമിറ്റിക് പൈതൃകമുള്ള ഒരു പ്രധാന പുരാതന രാഷ്ട്രമായി സ്ഥാപിക്കുന്നു. യുദ്ധത്തിലെ പങ്കാളിത്തത്തിന് ഏലാം പ്രശസ്തമാണ്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 1-9 വചനങ്ങളിൽ ബൈബിൾ വിവരണത്തിലെ ഏലാമിൻ്റെ ഏറ്റവും ശ്രദ്ധേയനായ ആദ്യകാല രാജാവ് കേദാർലായോമെർ ആണ്. അബ്രഹാം ലോത്തിനെ രക്ഷിച്ചതിൻ്റെ വിവരണത്തിൽ അദ്ദേഹത്തെ പ്രധാനമായും പരാമർശിക്കുന്നു. ഈ പരാമർശം കാണിക്കുന്നത് ഏലാം ഇതിനകം തന്നെ ആ പ്രദേശത്ത് തിരിച്ചറിയാവുന്ന ഒരു ശക്തിയായി തീർന്നു എന്നാണ്. സോദോം, ഗോമോര എന്നിവയുൾപ്പെടെ സമുദ്രത്തിലെ 5 രാജാക്കന്മാർക്കെതിരെ പോരാടിയ 4 രാജാക്കന്മാരിൽ ഒരാളാണ് ഏലാമിൻ്റെ രാജാവായ കേദാർലായോമെർ. ഈ വിവരണം ഏലാമിൻ്റെ ആദ്യകാല സ്വാധീനത്തെയും സൈനിക ശക്തിയും എടുത്തു കാണിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ ഏലാം ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങളുടെ ഒത്തുചേരൽ ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏലാമിനെതിരായ ന്യായവിധിയെക്കുറിച്ചുള്ള പ്രവചനം യിരെമ്യാവിൻ്റെ പുസ്തകം 49-ാം അധ്യായം 34 മുതൽ 39 വരെ. യഹൂദ രാജാവായ സിദെക്കീയാവിൻ്റെ വാഴ്ചയുടെ ആരംഭത്തിങ്കൽ ഏലാമിനെക്കുറിച്ച് യിരെമ്യാ പ്രവാചകനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ: സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ ഏലാമിൻ്റെ മുഖ്യബലമായ അവരുടെ വില്ലൊടിച്ചു കളയും. ഞാൻ ഏലാമിൻ്റെ നേരെ ആകാശത്തിൻ്റെ 4 ദിക്കിൽ നിന്ന് 4 കാറ്റ് വരുത്തി ഈ എല്ലാ കാറ്റുകളിലേക്കും അവരെ ചിഹ്നിച്ചു കളയും. ഏലാമിൻ്റെ ഭ്രഷ്ടന്മാർ ചെല്ലാത്ത ഒരു ജാതിയും ഉണ്ടായിരിക്കുകയില്ല. ഞാൻ ഏലാമിനെ അവരുടെ ശത്രുക്കളുടെ മുമ്പിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ മുമ്പിലും ഭ്രമിപ്പിക്കും. ഞാൻ അവർക്ക് അനർത്ഥം എൻ്റെ ഉഗ്രകോപം തന്നെ വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിന്നാലെ വാൾ അയച്ച് അവരെ മുടിച്ചു കളയും. ഞാൻ എൻ്റെ സിംഹാസനത്തെ ഏലാമിൽ സ്ഥാപിച്ച് അവിടെ നിന്ന് രാജാവിനെയും പ്രഭുക്കന്മാരെയും നശിപ്പിച്ച് കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഒടുക്കം ഞാൻ ഏലാമിൻ്റെ പ്രവാസം മാറ്റും എന്നും യഹോവയുടെ അരുളപ്പാട്. ഏലാം സംസ്ഥാനത്തിലെ ശൂഷൻ രാജധാനിയിൽ ദാനിയേൽ ആയിരുന്നപ്പോൾ ഒരു ദർശനം കണ്ടു. ദാനിയേൽ ഊലായ് നദീതീരത്ത് നിൽക്കുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 27 വരെ. ആ ദർശനം കണ്ടു കഴിഞ്ഞ് അർത്ഥം ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പുരുഷരൂപം ദാനിയേലിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. ദൈവത്തിൻ്റെ ദൂതൻ ഗബ്രിയേൽ ആയിരുന്നു അത്. ആ ദർശനം വിവരിച്ചു. അത് അന്ത്യകാലത്തേക്ക് ഉള്ളത് ആയിരുന്നു. ദാനിയേൽ കണ്ട 2 കൊമ്പ് പാർസ്യ അല്ലെങ്കിൽ പേർഷ്യ രാജാക്കന്മാരാണ്. ഇറാൻ്റെ മറ്റൊരു പേര് പേർഷ്യ. ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. ദാനിയേൽ ബോധം കെട്ട് കുറേ ദിവസം ദീനമായി കിടന്നു. ബഹുകാലത്തേക്ക് ഉള്ളതിനാൽ ദർശനം അടച്ചുവെക്കുക എന്ന് ദൂതൻ പറഞ്ഞു. ദർശനം സത്യമാകുന്നു. ബൈബിൾ കാലഘട്ടത്തിൽ അധികാര കേന്ദ്രമെന്ന നിലയിൽ നഗരത്തിൻ്റെ പ്രാധാന്യത്തെ ഇത് വ്യക്തമാക്കുന്നു. ഉൽപ്പത്തി മുതൽ പുതിയ നിയമം വരെയുള്ള നൂറ്റാണ്ടുകളിലൂടെ ഏലാമ്യർ ഒരു ജനവിഭാഗമായി തിരിച്ചറിയാൻ കഴിയുന്നവരായിരുന്നുവെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 9-10 വചനങ്ങളിൽ വ്യക്തമാക്കുന്നു. പെന്തക്കോസ്ത് ദിനത്തിൽ ആകാശത്തിന് കീഴിലുള്ള എല്ലാ ജനതകളിൽ നിന്നുമുള്ള യഹൂദന്മാർ ഒത്തുകൂടി. അതിൽ ഏലാമ്യരും ഉൾപ്പെടുന്നു. ചരിത്രപരമായ കാഴ്ചപ്പാടിൽ ലോഹപ്പണികൾ, സങ്കീർണമായ ഭരണ സംവിധാനങ്ങൾ, അയൽശക്തികളായ മെസൊപ്പൊട്ടേമിയൻ നഗര സംസ്ഥാനങ്ങൾ, പിന്നീട് അസീറിയക്കാർ, ഇവരുടെ ഇടപെടലുകൾ ഉൾപ്പെടെ വികസിത സംസ്കാരത്തിന് ഏലാമ്യർ അറിയപ്പെട്ടിരുന്നു. ഏലാം എന്ന സുസ്ഥിതമായ ഒരു രാജ്യത്തിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചുകൊണ്ട് ബൈബിൾ വിവരണത്തെ പിന്തുണയ്ക്കുന്നു. പേർഷ്യൻ സാമ്രാജ്യത്തിൽ പ്രമുഖമായി മാറിയ ഒരു നഗരമായ സൂസ തലസ്ഥാനമായുള്ള ശക്തമായ രാജ്യം ആയിരുന്നു ഏലാം. വിശുദ്ധ ബൈബിളിൽ ഏലാം ഉൾപ്പെടെയുള്ള വിവിധ ജനതകളിൽ നിന്ന് തൻ്റെ ജനത്തെ കൂട്ടിച്ചേർക്കുകയും പുനഃസ്ഥാപന വാഗ്ദത്തത്തോടെയാണ് പ്രവചനം അവസാനിക്കുന്നത്. ബൈബിളിൽ പരാമർശിക്കുന്ന മേദ്യർ ആരായിരുന്നു? നോഹയുടെ മകനായ യാഫേത്തിൻ്റെ മകൻ മഥായിൽ നിന്നാണ് ഇവർ ഉത്ഭവിച്ചത്. പുരാതന ഇറാനിയൻ ജനത പിന്നീട് മഥായിൽ നിന്ന് ഉത്ഭവിച്ച ജനത മേദ്യ രാജ്യമായി തീർന്നു. ഇറാനിയൻ മലനിരകളിലെ പീഠഭൂമിയിൽ ഇവർ താമസമർപ്പിച്ചു. മേദ്യർ ബാബിലോണിൻ്റെ കൂടെ ചേർന്ന് അസീറിയയെ തോൽപ്പിച്ചു. ആ സമയത്ത് പേർഷ്യ മേദ്യയുടെ കീഴിലെ ഒരു സംസ്ഥാനം ആയിരുന്നു. കോരശ് പ്രക്ഷോഭം നടത്തി മേദ്യയെ പേർഷ്യയുമായി ലയിപ്പിച്ച് മേദോ പേർഷ്യൻ സാമ്രാജ്യം രൂപീകരിച്ചു. മേദ്യർ യുദ്ധപ്രിയരും അസ്ത്ര വിദഗ്ധരും ആയിരുന്നു.
മേദ്യരെക്കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 13-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ ദൈവം ഇപ്രകാരം പറയുന്നു: ഞാൻ മേദ്യരെ അവർക്ക് വിരോധമായി ഉണർത്തും. അവർ വെള്ളിയെ കാര്യമാക്കുകയില്ല, പൊന്നിൽ അവർക്ക് താല്പര്യവുമില്ല. അവരുടെ വില്ലുകൾ യുവാക്കളെ തകർത്ത് കളയും. ഗർഭഫലത്തോട് അവർക്ക് കരുണ തോന്നുകയില്ല. പൈതങ്ങളെയും അവർ ആദരിക്കുകയില്ല. രാജ്യങ്ങളുടെ മഹത്വവും കൽദേയരുടെ പ്രശംസ അലങ്കാരവുമായ ബാബേൽ ദൈവം സോദോമിനെയും ഗോമോറയെയും മറിച്ചു കളഞ്ഞതുപോലെ ആയിത്തീരും. അതിൽ ഒരു നാളും കുടിപ്പാർപ്പുണ്ടാകുകയില്ല. തലമുറ തലമുറയോളം അതിൽ ആരും വസിക്കുകയുമില്ല. അറബിക്കാരൻ അവിടെ കൂടാരമടിക്കുകയില്ല. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം 10-11 വാക്യങ്ങൾ: യഹോവ നമ്മുടെ നീതി വെളിപ്പെടുത്തിയിരിക്കുന്നു. വരുവിൻ, നമ്മുടെ ദൈവമായ യഹോവയുടെ പ്രവൃത്തിയെ സിയോനിൽ പ്രസ്താവിക്കുക. അമ്പ് മിനുക്കുവിൻ, പരിച ധരിപ്പിൻ. യഹോവ മേദ്യ രാജാക്കന്മാരുടെ മനസ്സ് ഉണർത്തിയിരിക്കുന്നു. യഹോവയുടെ പ്രതികാരം തൻ്റെ മന്ദിരത്തിനു വേണ്ടിയുള്ള പ്രതികാരം തന്നെ. ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായം 28-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു മേദ്യരെക്കുറിച്ച്: നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാഴ്സികൾക്കും കൊടുത്തിരിക്കുന്നു. 6-ാം അധ്യായത്തിൽ 8-9 വചനങ്ങൾ ഇങ്ങനെ പറയുന്നു: ആകയാൽ രാജാവേ, മേദ്യരുടെയും പാഴ്സികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം മാറ്റം വരാതെ വണ്ണം ആ വിരോധകൽപ്പന ഉറപ്പിച്ച് രേഖ എഴുതിക്കണമേ. അങ്ങനെ ദാര്യാവേശ് രാജാവ് രേഖയും വിരോധകൽപ്പനയും എഴുതിച്ചു. പിന്നീട് മേദ്യ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി തീർന്നു. കോരശ്, സൈറസ്, ദാര്യാവേശ്, അഹശ്വേരോശ്, അർത്തഹ്ഷഷ്ട തുടങ്ങിയ പേർഷ്യൻ രാജാക്കന്മാരുടെ ഭരണകാലം വരെ അവരുടെ നയങ്ങൾ നാടുകടത്തപ്പെട്ട ഇസ്രയേലിയരുടെ ജീവിതത്തെ സ്വാധീനിച്ചു. ഈ ചരിത്രപരവും ബൈബിൾപരവുമായ ബന്ധമാണ് നമ്മൾ ഇപ്പോൾ ഇറാൻ എന്ന് വിളിക്കുന്ന പ്രദേശം ഉൾപ്പെടുന്ന പ്രവചനങ്ങൾക്ക് അടിസ്ഥാനം.